ഓടിയോ വിളിക്കടാ വിളിക്കടാ ഓടി വാ വരാ ഇച്ചി പിച്ചൊന്നും വേണ്ട ഇച്ചി പാക ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞു ഡേ മൈ ലൈഫിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ശിവാജി ജയന്തിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മഹാരാഷ്ട്രയിലെ സ്കൂളുകൾക്ക് അവധിയാണ്, ഏട്ടനും ചുട്ടിയാണ് കേട്ടോ. എനിക്ക് ചുട്ടിയില്ല, ഞാൻ കിച്ചണിലേക്ക് മോർണിംഗ് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ സ്ത്രീകൾക്ക് അല്ലേ. അപ്പോൾ ഇതാ ഇന്നലെ തന്നെ ഞാൻ ഇഡ്ഡലിക്കും ദോശയ്ക്കും അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ രാവിലെ. അപ്പോൾ ചായ വെച്ച് ആ ചായ എനിക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു സമാധാനത്തോടു കൂടിയിട്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ചായ കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. ആ ചായ കുടിക്കുന്ന സമയം ഒരു ഡിസ്റ്റർബൻസും പാടില്ല, നമുക്ക് സമാധാനത്തോടു കൂടിയിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ചായ കുടിക്കുക. അങ്ങനെയാണ് കേട്ടോ എനിക്കെന്നും. ഇതിപ്പോൾ അവിടെ കിടക്കണുണ്ടല്ലേ, ഇതൊക്കെ മക്കൾ ഇന്നലെ ചെയ്തു വെച്ച കാര്യങ്ങളാണ്. കുറച്ച് കഴിഞ്ഞ് ശരിയാക്കും കേട്ടോ അത്. അപ്പോൾ ഇങ്ങനെ ഏട്ടങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല, എന്നാലും ഞാനെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അപ്രതീക്ഷിതകരമായിട്ട് ഏട്ടൻ്റെ കൂടെ ഒരു പൂച്ച കയറി വന്നു കേട്ടോ. പൂച്ച കുഞ്ഞിട്ടോ, ചെറിയ കുട്ടിയാ. അയ്യോ, അതിന് ഞാൻ വിളിച്ച്, അത് പിന്നെ ഞാൻ പറഞ്ഞു വാ വാ പറഞ്ഞ് വിളിച്ചു കേട്ടോ. വാടാ വാടാ. അവൻ ശരിക്കും നീ എന്തായാലും എന്നെ വിളിക്കണമല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ കയറി വന്നു കേട്ടോ. അപ്പോൾ ഞാൻ മിട്ടുവിനോട് പറഞ്ഞത് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷെ അവൻ ബിസ്ക്കറ്റ് വേണ്ട കേട്ടോ. സത്യം പറഞ്ഞാൽ പൂച്ചകൾക്ക് ഇപ്പോൾ ബിസ്ക്കറ്റൊന്നും വേണ്ട. അവറ്റകൾക്കൊക്കെ പാല് കൊടുക്കുക, പാല് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വേണ്ടി വരിക കേട്ടോ. ഞാൻ ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു, അവനെ ഇട്ട് കൊടുത്തത്. പക്ഷെ അത് നേരെ ഉള്ളിലേക്ക് കയറി. എന്തായാലും ഇവള് വിളിച്ചതല്ലേ എന്ന് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കളയാമെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ കയറൽ. അയ്യോ, ഞാൻ വിചാരിച്ചു ഇത് കയറുന്ന ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ കയറിയത് ഉള്ളിലേക്ക് കേട്ടോ. അയ്യേ, അങ്ങനെ കയറി അത് വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു കേട്ടോ. വന്നു കഴിഞ്ഞ് അതിന് പുറത്തിറക്കണ്ടേ, ഇത് കിച്ചൻ്റെ ഉള്ളിലേക്ക് നേരെ പോയത് കേട്ടോ. അയ്യേ, പണിവാളി. എനിക്ക് അപ്പം തന്നെ മനസ്സിലായി കേട്ടോ. അയ്യേ, അതങ്ങനെ നേരെ കിച്ചൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. മിന്നൂട്ടി ഉണ്ടായിരുന്നില്ല, അവൾ ബാത്റൂമിലായിരുന്നു കേട്ടോ. അവളെന്താ കയറിയത് എന്ന്. അപ്പം മിട്ടു പറയാ നായക്കുട്ടിയെ കയറിയത് എന്ന്. അവൾ പറയാ നമുക്ക് വളർത്താമെന്നൊക്കെ. എങ്ങനെ നമ്മൾ ഇത്ര ആകെ നമുക്ക് തന്നെ കുറച്ച് സൗകര്യങ്ങളുള്ളൂ, അതിലെങ്ങനെ നമ്മൾ ഈ പൂച്ചയെ വളർത്തുക? അയ്യോ, അത് അവിടെ കടന്ന് വട്ടം തിരിഞ്ഞിട്ട് അതിനെ ഞാനൊന്ന് പുറത്താക്കാൻ പറ്റപ്പാട് എൻ്റെ ദൈവമേ എനിക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞ മാതിരി മൊത്തം അത് സൈക്കിളിൻ്റെ ഒരു മിട്ടുവിൻ്റെ സൈക്കിളുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്കിലും അവിടെ ഇവിടെയും പോയി ഒളിച്ച് പിന്നെ എങ്ങനെയൊക്കെയോ അതിനെ ഇറക്കി വിട്ടു കേട്ടോ. ഇതിന് പോകാനുള്ള മനസ്ഥിതി ഉണ്ടായിരുന്നില്ല, അങ്ങനെ അതിനെ ഇറക്കി വിട്ടു എങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഏട്ടൻ ഉഴുന്നുവട അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉഴുന്നുവട നമ്മുടെ ഇവിടെ ഒരു മലയാളിയല്ല തമിഴന്മാരില്ലേ, അവരുടെ കടയുണ്ട് കേട്ടോ. അപ്പോൾ അവർ നന്നായിട്ട് ഇഡ്ഡലിയും ഉഴുന്നുവട അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അവരേക്ക് ഉഴുന്നുവട വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഉഴുന്നുവടയാണ് കേട്ടോ. അപ്പോൾ ഉഴുന്നുവടയും ചട്നി, സാമ്പാർ, ഞാൻ ഇഡ്ഡലി പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ദോശ, അങ്ങനെയെല്ലാം ഞങ്ങൾ കഴിച്ചു കേട്ടോ. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മിട്ടു ഇഡ്ഡലിയാണ് കഴിച്ചത്. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം നല്ല പൊടിയുണ്ട് കേട്ടോ. ഈ ഒരു കാലത്തിൻ്റെ ഒരു ഇതായിരിക്കാം, ഈ ഒരു സമയത്തിൻ്റെ ആയിരിക്കാം. ഈ ഫെബ്രുവരി മാസത്തിലൊക്കെ നല്ല അത്യാവശ്യം പൊടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ കഴിച്ച ശേഷമാണ് മിന്നുവിന് പല്ല് പറിക്കാണ്ടായിരുന്നു, മിട്ടുവിന് പല്ല് പറിക്കാണ്ടായിരുന്നു. മിന്നുവിന് കുറച്ചൊരു കോംപ്ലിക്കേഷനായിട്ട് ആണയിലത്തെ ഒരു പല്ലിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറിക്കാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. കുറേ ദിവസമായി അതിന് മെനക്കിടണം. അപ്പോൾ ഏട്ടൻ അവരെ കൊണ്ടുപോകാം കേട്ടോ. ഇതിപ്പോൾ എന്തായാലും ലീവല്ലേ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വിചാരിക്കണത് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാം, പിന്നെ മീൻകറി ഇന്നലത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് സാമ്പാർ വയ്ക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പല്ലൊക്കെ പറിച്ച് കഴിഞ്ഞ് ഇതാ മിട്ടു വന്ന് TV കാണാൻ തുടങ്ങി. മിന്നു കാണിച്ചു തരാം കേട്ടോ, പല്ല് പറഞ്ഞത് കാണിച്ചു തരാം അവൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾക്ക് ഉച്ചയ്ക്ക് ഡോക്ടർ പറഞ്ഞത് കിച്ചടി ഉണ്ടാക്കി കൊടുക്കാനാട്ടോ, അല്ലെങ്കിൽ കഞ്ഞി കേട്ടോ. അപ്പോൾ അവൾക്ക് കിച്ചടി ഉണ്ടാക്കി കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചടിയൊക്കെ കഴിച്ചു. അപ്പം മിട്ടുക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് രാത്രി ജസ്റ്റ് ഒന്ന് ഞാൻ താഴെ ഞങ്ങൾ പോയപ്പോൾ എടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് അവിടുത്തെ ഒരു വൈബിനായിട്ട് കാണിച്ചു തന്നതാണേ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിച്ചു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ.